ഇംഗ്ലീഷ് വായിക്കാൻ പഠിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൻ്റെ എല്ലാം ഉച്ചാരണം എങ്ങനെയാണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് കൃത്യമായ ഉച്ചാരണം വെച്ച് പഠിക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും, ടഫായിരിക്കും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ് എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ കുറച്ചും കൂടി പെട്ടെന്ന് ഇംഗ്ലീഷ് വായിക്കാൻ പഠിക്കാം. അപ്പം നമുക്ക് നോക്കിയാലോ. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ ആദ്യത്തെ ആളാരാണ്? എ അല്ലേ? മലയാളം ആൽഫബറ്റ്സിൽ ആ. എയുടെ പ്രൊനൗൺസിയേഷനാണ് ആ എന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാം. എ എപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മൾ എ ഉപയോഗിച്ചുള്ള വാക്കുകൾ തുടങ്ങുന്നത് ആ എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ്. AND എന്താണിത്? ആൻഡ്. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറുമ്പ്. അപ്പോൾ എ ഉപയോഗിച്ചുള്ള ഒരു വാക്കാണ് ആൻഡ്. എ ഉപയോഗിച്ചുള്ള മറ്റൊരു വാക്ക് നോക്കിയാലോ. എയിൽ തന്നെ തുടങ്ങുന്ന ആൻഡ്. നമ്മൾ സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്ന ആൻഡ്. ഇനി അടുത്ത ലെറ്റർ ഏതാണ്? ഇംഗ്ലീഷിലെ അടുത്ത ആൽഫബറ്റ് ബി. ബിയുടെ പ്രൊനൗൺസിയേഷൻ സിമ്പിളായിട്ട് ബ്. എങ്ങനെയാണ് ബിയുടെ പ്രൊനൗൺസിയേഷൻ? ബ്. ബസ്. ഒരു കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡാണ് ബസ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബോക്സ് ഇല്ലേ? ബസ് ഒന്ന്. അടുത്തത് BOX. ഇത് നമ്മളെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? ബോക്സ്. കണ്ടോ? ബി ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ ബ് എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഇത് BAT ബാറ്റ്. എന്താണ് വായിക്കുന്നത്? ബാറ്റ്. ഇപ്പോൾ ബ് എന്നുള്ള ബിയുടെ അടുത്ത് എ വന്നപ്പോൾ എന്തായി? അത് ബ് എന്നുള്ളതിനടുത്ത് എയുടെ ശബ്ദമായ ആ വന്നപ്പോൾ അത് ബാ എന്നായി അല്ലേ? ബിൻ്റെ അടുത്ത് എ എന്ന് വന്നപ്പോൾ അത് ബാ എന്നായി. ബാറ്റ്. ബാറ്റ്. എന്താണിത്? ബാറ്റ്. BAN ബാൻ. BAN എന്താണ്? ബാൻ. BAG എന്താണത്? ബാഗ്. ബാഗ്. ബി കഴിഞ്ഞ് എ വരുമ്പോൾ അത് ബാ എന്നായി. ബാഗ്. ബാൻ. ബാറ്റ്. ബസ്. ബോക്സ്. കണ്ടോ? അടുത്ത ലെറ്റർ ഏതാണ്? അടുത്ത ലെറ്റർ സി. സിയുടെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ക്ക്. സിയുടെ പ്രൊനൗൺസിയേഷൻ നമ്മൾ എങ്ങനെ ഓർത്ത് വെച്ചാൽ മതി? ക്ക് എന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ നോർമലി പിള്ളേർ ആദ്യം പഠിക്കുന്ന ഒരു വേർഡാണ്, ചെറിയ കുട്ടികളടക്കം പഠിക്കുന്നൊരു വേർഡാണ് ക്യാറ്റ്. ക്യാറ്റ് എന്ന് പറഞ്ഞാൽ പൂച്ച. അപ്പോൾ ക്യാറ്റ് കണ്ടോ? അവിടെ സി എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്തത്? ക്യാ. CA വന്നപ്പോൾ ക്യാ എന്നായി. ക്ക് എന്നാണ് സിയുടെ പ്രൊനൗൺസിയേഷൻ. മറ്റ് വാക്കുകൾ സി ഉപയോഗിച്ചുള്ള വേറെ വാക്കുകൾ നോക്കാം. കേക്ക്. CAKE എന്താണ്? കേക്ക് അല്ലേ? ക്ക് എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. കലണ്ടർ. കലണ്ടർ. കണ്ടോ? സി എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്തത്? സി കഴിഞ്ഞ് എയും കൂടി വന്നപ്പം നമ്മൾ കാ എന്നായി. കലണ്ടർ. കലണ്ടർ. പിന്നെ അടുത്തത് കാഫ്. CA കാ വന്നു. കണ്ടോ? കാ എന്നായി. ക്ക് എന്നുള്ള സിയുടെ അടുത്ത് എ കൂടി വന്നപ്പോൾ എക്ക് പ്രൊനൗൺസിയേഷൻ നമ്മൾ പഠിച്ചിരുന്നു ആ എന്ന്. അപ്പോൾ കാ. കാഫ്. കണ്ടോ? കലണ്ടർ. സിയുടെ അടുത്ത് ക്ക് എന്നുള്ള ശബ്ദത്തിൻ്റെ അടുത്ത് എ കൂടി വന്നപ്പോൾ കാ എന്നായി. സി കഴിഞ്ഞ് എ വന്ന് കാ. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സിയുടെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ABC 3 ലെറ്റേഴ്സിൻ്റെ സിമ്പിളായിട്ടുള്ള പ്രൊനൗൺസിയേഷനുകൾ ഉപയോഗിച്ചുള്ള വായിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു ഇല്ലേ? പെട്ടെന്ന് സിമ്പിളായിട്ട് വായിക്കാനായി നമുക്ക് ഈ പ്രൊനൗൺസിയേഷനുകൾ ഉപയോഗിക്കാം.